ഇത്രയും നാളും ശ്രീമാൻ സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചാണകക്കുഴിയായിരുന്നു. ഈ അറിവ് എവിടുന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. വിനാശകാലയെ വിപരീത ബുദ്ധി. അവൻ അവന്റെ കുഴി തോണ്ടിക്കഴിഞ്ഞു. ഇന്ന് ഒരു ചന്ദനക്കൂടായിട്ടാണ് തോന്നുന്നത്. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? ഞാൻ ഇത്രയും കാലം വിചാരിച്ചിരുന്നത് സന്തോഷ് പണ്ഡിറ്റ് ഒരു മണ്ടനാണ്. ഓ പൊതുവാൾജി എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. കൂൾ ഡൗൺ കാർബി, കൂൾ ഡൗൺ. ചെറ്റത്രം പറയാടോ. അല്ലേലും തന്റെയൊക്കെ വായന ഇതല്ലേ പ്രതീക്ഷിക്കാവൂ. അല്ലെങ്കിൽ ബോധപൂർവം മണ്ടൻ ചമഞ്ഞ് ബാക്കിയുള്ളവരെ മണ്ടരാക്കുകയാണ്. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. ഇത് രണ്ടുമല്ല എന്നെനിക്ക് മനസ്സിലായി. അങ്ങക്ക് എന്തെങ്കിലും ഒരു വേദന ഒരുപക്ഷെ ഞങ്ങളുടെ ഈ ഒരു ഫ്ലോറിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആസ് എ ജഡ്ജ് ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. അതായിട്ട് അനുസാർ പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് എത്താം. അപ്പൊ അതിനൊരു തീരുമാനമായി. എല്ലാ കാര്യങ്ങളും പഠിച്ചേ ചെയ്യാവൂ സാർ. ഞാൻ പറയട്ടെ, ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ പലപ്പോഴും 5 കോഴ്സൊക്കെ ആയിരുന്നു ഒരേ സമയത്ത് ചെയ്തിരുന്നു. അവൻ മതം പൊട്ടി നിൽക്കുന്ന ആനയാണ്. 2 തെങ്ങെങ്കിലും കുത്തി മറിക്കാതെ അവൻ അടങ്ങില്ല. ചന്ദ്രൻ അവന് പറ്റിയ നല്ലൊരു ഉണക്കത്തങ്ങ. എന്താണ് സ്വർണ്ണാണ്, ഇത് കുപ്പയിലിട്ടാലും തിളങ്ങും. നമുക്ക് ശരിക്കും കഴിവുണ്ടെങ്കിൽ നമ്മൾ തിളങ്ങും. ഇത് ഒരു വശം. മനസ്സിലായോ? അല്പം കൂടി വെള്ളം. ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന ഏത് നടനാലും ഏത് സംവിധായകനായാലും കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞല്ലേ സാർ, എനിക്ക് സമയം തരൂ. ഇതെന്താണ് ഞാൻ ആദ്യ സിനിമ തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ വേണ്ട വേണ്ടെന്ന് വെച്ചിരുന്നതാ. അവൻ കലക്കി. ചോദിച്ചോട്ടെ, ഇത്രയും ചരിത്രത്തിൽ കൂടെ കടന്നു വന്ന മഹാന്മാരായ ആൾക്കാരില്ലേ, അവരെന്താ ചെയ്തതെന്ന് ഒന്ന് മനസ്സിലാക്കണ്ടേ? കണ്ടറിയണം കോശി, നിനക്കെന്താ സംഭവിക്കാതെ. അങ്ങനെ പറയുമ്പോ എനിക്കൊരു കാര്യം ചോദിക്കേണ്ടി വരും. ഇത്രയൊക്കെ നിങ്ങൾ പറയുന്നു 18 വർഷം പഠിക്കണം, 20 വർഷം പഠിക്കണം. സാറേ, ഇത്രയൊക്കെ പഠിച്ചിട്ട് 95% പൊട്ടി നാറുകയാണല്ലോ സാറേ. അല്ല, ഇത്രയൊക്കെ പഠിച്ച സംവിധായകരുടെ സിനിമയുടെ 95% പൊട്ടി നാറുകയാണല്ലോ. അതല്ല ഉദ്ദേശം. ഞാൻ മാറി. അല്ല, ഇപ്പൊ തന്നെ ന്യൂ ജനറേഷൻ സിനിമ എന്താണ് സാർ? ന്യൂ ജനറേഷൻ സിനിമ ഇത്രയും കാലം സെക്സ് പടം കാണുമ്പോ കണ്ണു പൊത്തിയാൽ മതി. ഇപ്പൊ ചെവിടും പത്തണ്ടേ സാർ? ഒരു കുടുംബ സമയത്ത് സിനിമ കാണാൻ പറ്റുമോ? ഇതാണോ നിങ്ങൾ പഠിച്ച് എന്ന് പറയുന്നത്? മോനെ ദിനേശ, ഇടഞ്ഞ കൊമ്പന്റെ കൃഷ്ണമണിക്ക് തോട്ടി കയറ്റി കളിക്കില്ലേ, ചവിട്ടി താഴ്ത്തുന്നതിന് പാതാളത്തിലേക്ക്. സാർ പറഞ്ഞു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമായി സിനിമ എടുക്കാം. സാർ പറഞ്ഞു തെറ്റാണ്, ഒന്നും വിചാരിക്കരുത്. എക്സ്പീരിയൻസ് കൊണ്ട് കുറെ പൊട്ടത്തരങ്ങൾ അവിടെ പടരുന്നത്. അതല്ല, ഈ പട്ടിയുടെ പാല് 12 കൊല്ലം കുഴലിട്ടാലും അത് അങ്ങനെ നിൽക്കുള്ളൂ. ഞാൻ പോണു. എന്നാ ഞാൻ പോവാടാ. ഓടാ. അയാൾ ഇൻസൾട്ട് ചെയ്യാണ്. ഞാൻ പറഞ്ഞില്ല, ഇത്ര വളരെ പോസിറ്റീവായിട്ട് ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചില്ല. അയാൾ ഇൻസൾട്ട് ചെയ്യാണ്. ആ തരത്തിലുള്ള ഞാൻ നിങ്ങളെ എന്തിനാ? എന്നിട്ട് അയാൾ വീണ്ടും ആ ചടകുഴിയിലോട്ടാണ് പോകുന്നത്. അയാൾ നമ്മളെ ഇൻസൾട്ട് ചെയ്യാണ്. ആ സ്ഥലത്ത് ഞാൻ തന്നെ ഇരിക്കണേ. എന്ത് പറ്റി? കുറച്ചു മുമ്പ് 7 മുഴം നീളമായിരുന്നല്ലോ നിന്റെ നാക്കിന്. നിന്റെ ഭാവം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു നീ എന്നെ ഉരുട്ടി ചവിട്ടി പിടിച്ച് അങ്ങ് കുടിച്ച് കളയുമെന്ന്. പക്ഷെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. സന്തോഷ് പ്രതികരിക്കുന്ന രീതി, ഉപയോഗിക്കുന്ന ഭാഷ, അതിൽ കുറച്ചുകൂടെ മിതത്വം വന്നാൽ നന്നായിരിക്കും. എനിക്ക് ഭയമില്ല. അതുക്കിതാ സാമ്പിൾ. ഭാഷയുടെ കാര്യത്തിൽ ഈ വേദിയിൽ വെച്ച് പറയുന്നു, അന്തസ്സുള്ള ഭാഷ കൈകാര്യം ചെയ്ത വേദിയാണ് കോമഡി സ്റ്റാർസ്. ഇങ്ങനെ ചേർത്ത് പിടിച്ചു. 1,00,000-ൽ 1 കാണും ഇതുപോലൊരു ഐറ്റം. എന്നാ ഇന്നത്തെ ഭൂതല സംപ്രേഷണം ഇവിടെ അവസാനിച്ചിരിക്കുന്നു.